ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, അവൾ സമ്മതിച്ചില്ല. വേറൊരാൾ വിവാഹം അന്വേഷിച്ചപ്പോൾ അവൾ വിവാഹത്തിന് സമ്മതിച്ചു. എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ഗൈറത്ത് വന്നു. അങ്ങനെ ആ ദേഷ്യത്തിൽ ഞാൻ ആ പെണ്ണിനെ കൊന്നു. എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. പറഞ്ഞില്ല പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നിനക്ക് കഴിയാവുന്നതുപോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി പോയി കഴിഞ്ഞപ്പോ ഈ സംഭവം ഉദ്ധരിക്കുന്ന താബിഈയായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ അവിടെ. ശിഷ്യൻ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? എനിക്കറിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയാം, ഹബ്റുൽ ഉമ്മ, ഇവിടെ ആലിമാണ്, ഖുർആനിൽ ഏറ്റവും തഫ്സീർ അറിയുന്ന ആളാണ്. എനിക്കറിയില്ല അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിൽ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ വേറൊരു കർമ്മം എനിക്കറിയില്ല. അതാ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നത് പോലെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന വേറൊരു കാര്യമില്ല. കാരണം അത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്നത്.